ഹായ് ഹലോ നമസ്കാരം. എസ്തെറ്റിക് ലൈഫ് ഇന്ന് എത്തിയിട്ടുള്ളത് സന്ധ്യ വിക്രമിന്റെ അടുത്താണ്, അതായത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിന്റെ അടുത്താണ്. ഇന്ന് ഒരു കണ്ടന്റുമായിട്ടാണ് ചേച്ചി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ഇന്നൊരു നീം സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് നല്ല ആഗ്നയൊക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ്. ഓക്കെ, ഒരു മുഖക്കുരു ഫ്രീ ആക്കാനാണ് ഇന്ന് ചേച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യും പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. കാരണം അതിന്റെ കണ്ടന്റ് വന്നിട്ട് ഗ്ലിസറിൻ സോപ്പിലാണ് നമ്മൾ ഗ്ലിസറിൻ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ നീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സോപ്പ് ബേസ് ആണ്, സോപ്പ് ബേസ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്. ഓക്കെ, ടെർമറിക് ഉണ്ട്. ടെർമറിക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതേ ടെർമറിക് തന്നെയാണ്. പിന്നെ അലോവേരയും വെച്ചിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, നമ്മുടെ സ്ഥിരം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്യാപ്സ്യൂളാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള വേപ്പിലയുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അലോവേര, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു യെല്ലോ കളറിലുള്ള ഒരു ജെല്ലുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോഴും നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് ജെല്ല് എടുത്തിട്ട് അതിനെ ഒന്ന് വാഷ് ചെയ്യണം. നമ്മളിത് മുഖത്തോട്ടാണല്ലോ ഇടുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടങ്ങ് ഇടാം. ഇത്രയും നീമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പകുതി അലോവേര എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതാണ് കഴുകി കൊണ്ടുവന്നത്. അതെ അതെ, നമുക്കിങ്ങനെ കിട്ടണം. ഒരുപാട് ആ ഒരു ജെല്ലി, ആ സംഭവം കറ പോലെ വരുന്നില്ലേ, അത് നമുക്ക് കുറച്ചൊന്ന് നന്നായിട്ട് കഴുകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നീടും അതിലൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലോട്ട് ഇടാം. ഇനി ടെർമറിക് അല്ലേ? ഇനി ടെർമറിക്. ഇനി നമ്മൾ വൈറ്റമിൻ ഇ വന്നിട്ട് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴത്തേക്കാണ് നമ്മൾ വൈറ്റമിൻ ഇ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ജെല്ലിൻ്റെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അളവെല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഒരു സോപ്പിൻ്റെ ഒരു രൂപത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉറപ്പുണ്ടാവത്തില്ല. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ പോലും ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊരു കട്ടിയായിട്ട് വരത്തില്ല, പെട്ടെന്ന് അലിഞ്ഞു പോവും ആ ഒരു പരുവത്തിൽ. അപ്പം ഇപ്പം പറഞ്ഞിരിക്കുന്ന അതേ അളവിലുള്ള സാധനങ്ങൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊരു 250, ഇത് ഗ്ലിസറിൻ ബേസാണ്. ഇതിൽ നമുക്ക് ഗോട്ട് മിൽക്കിൻ്റെ ഇത് കിട്ടും, ബേസ് കിട്ടും. അത് വന്നിട്ട് നമുക്ക് ഈ മുഖക്കുരു ഉള്ള ആൾക്കാർക്ക്, പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗ്ലിസറിൻ സോപ്പ് തന്നെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നമ്മളിതിൻ്റെ അകത്ത് പെർഫ്യൂം അങ്ങനെ മണമുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കെമിക്കൽ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് എല്ലാത്തിൻ്റെ പിയേഴ്സിൻ്റെ സ്മെല്ല് വേണമെങ്കിലോ അല്ലെങ്കിൽ ലെക്സിൻ്റെ സ്മെല്ല് വേണമെങ്കിലും, പോപ്പുലറായിട്ടുള്ള ബ്രാൻഡ് പറയുന്നതല്ല, നമുക്ക് അറിയാൻ പറ്റുന്ന മണങ്ങളൊക്കെ അതായിരിക്കുമല്ലോ. അതിൻ്റെ എന്തിൻ്റെ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള മണങ്ങളുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ നാച്ചുറൽ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലിനി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം, ഇല്ലെങ്കിൽ ഒരു പാനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് എടുത്ത് വെക്കുക. അതിലോട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണല്ലോ, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത വേറൊരു പാത്രം അല്ലേ, ഒരു പാത്രം അതെടുക്കുക, അതിലോട്ട് വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഇത്രയും തയ്യാറാക്കി വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. കാരണം ഇത് ഇത്രയും തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കാരണം ഇത്
പെട്ടെന്ന് ഒന്നീ വെള്ളം ഒത്തിരി ആയിപ്പോവും. നമ്മൾ അടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെള്ളമായി പോകും. അപ്പം നമുക്ക് വെള്ളത്തിന്റെ അംശം ഇതിൻ്റെ അകത്ത് വരാൻ പാടില്ല. അപ്പം ഇതും നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അടിക്കുന്നത്. അപ്പൊ ഇതാണ് നീമിന്റെ അല്ലേ, ഇതാണ് അരച്ചെടുത്ത് കൊണ്ടുവന്ന ആ ഒരു നീം, അലോവേര, ടെർമറിക് ടെർമറിക് ഇതെല്ലാം കൂടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എന്നിട്ട് ഇതാ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം പാടില്ല. നല്ല വൃത്തി തുടച്ചിട്ട് വേണം നമ്മൾ ബേസ് എടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഉരുകി വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം നമ്മളിത് ആദ്യം നമ്മൾ ബേസ് ഇട്ട ഉടനെ നമ്മളിങ്ങനെ ഇളക്കാനൊന്നും പാടില്ല. കാരണം അറിയാലോ, സോപ്പാണ്, പത വരും. നമ്മൾ ഈ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഇളക്കരുത്. തന്നെത്താനൊന്ന് അലിഞ്ഞ് വന്ന് നമുക്ക് മനസ്സിലാവും അതിങ്ങനെ താഴ്ന്ന് വരുന്നത്, അലിഞ്ഞ് വരുന്നത് മനസ്സിലാവും. ഏകദേശം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കരുത്, ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ ഇളക്കണം. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതെപ്പോഴാണ് ഒഴിക്കേണ്ടത്? അപ്പോൾ ഇത് നന്നായിട്ട് അലിയണം. നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ചൂടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് ഇളക്കി ഉടനെ തന്നെ അങ്ങ് ഇറക്കിയാൽ മതി. ഈ ബേസ് ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇതിലോട്ട് ഒഴിക്കുക. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് അലോവേരയിൽ വെള്ളം ഉള്ളത് കൊണ്ട് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. ഈ അലോവേരയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെള്ളം മാത്രം മതി അല്ലേ? അലോവേര സ്കിന്നിന് നല്ലതായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം അലോവേര യൂസ് ചെയ്യുന്നത് തന്നെ വെള്ളത്തിന് പകരമാണ്. ഒരു ബേസ് ആയിട്ടാണ് അലോവേര യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഞാനിത് അരിച്ചെടുത്തിട്ടല്ല ഇതിൻ്റെ അകത്ത് ഒഴിച്ചത്. നോർമലി നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ, പിയേഴ്സ് പോലെയൊക്കെ ക്ലീൻ ആയിട്ട്, അങ്ങനത്തെ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. ഇതിപ്പോൾ ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ തേക്കുമ്പോൾ ഒരു സ്ക്രബ് പോലെയും കൂടെ ഫീൽ ചെയ്യും. ഓക്കെ, ഒരു സ്ക്രബുമാണ്, അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസ് ആവുന്ന ഒരു സോപ്പുമാണ്, പിമ്പിൾ ഫ്രീ ആക്കുന്ന ഒരു സോപ്പുമാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സോപ്പാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നീം ആഡ് ചെയ്തിട്ടുണ്ട്, ടെർമറിക്, പിന്നെ സോപ്പ് ബേസ് അല്ലേ, ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഒരു പ്രോഡക്ട്സ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഒരു സോപ്പാണ്. എല്ലാവർക്കും, ഈവൻ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് നീം അല്ലേ? നീം നമുക്കിതിനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആറാൻ വെക്കാം. ഇനി ഇതിന്റെ ആ ഒരു ചൂട് മാറി ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം, നന്നായിട്ട് പാടില്ല എങ്കിൽ നമുക്ക് ഈ മോൾഡിലോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഒത്തിരി തണുക്കാനും പാടില്ല, ഇത് കട്ടി പിടിക്കത്തില്ലേ. അപ്പൊ നമ്മളൊന്ന് ഇതിൽ നിന്നൊന്ന് മാറ്റി ഒന്ന് ചൂട് മാറ്റി. ഇനി ഇതിലോട്ടാണോ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നത്? അതായത് 3 ക്യാപ്സ്യൂളാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ മിക്സ് ചെയ്യുന്നതിലും ഉണ്ട് കേട്ടോ, നമ്മളിങ്ങനെ പതുക്കെ വേണം, അത് ഒരു സൈഡിലോട്ട് വേണം മിക്സ് ചെയ്യാൻ. ചെറിയ ചൂടുണ്ട്, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നൊരു ചൂടാണ്. ഇതിൽ ഞാൻ കോക്കനട്ട് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ഗ്ലേസിങ് കിട്ടാൻ. അപ്പൊ ഇനി ഇത് തണുക്കാൻ വെക്കണം അല്ലേ? അതെ. നമ്മൾ ഇനി ഇതിനെ അനക്കാതെ ഒരിടത്ത് റൂമിന്റെ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെത്താൻ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും, 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഒരു എന്താ പറയുക, ഒരു നീമിൻ്റെ അതേ കളറിൽ തന്നെ, ഒരു ഗ്രീനിഷ് കളറിൽ തന്നെയാണ് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, നീം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിമ്പിൾ ഫ്രീ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് സോപ്പാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ടെർമറിക്, അലോവേര, നീം,
വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, പിന്നെ ബേസ്, സോപ്പ് ബേസ്. നമുക്ക് ഒരു പത വരണമല്ലോ, നമുക്കൊന്ന് ക്ലീൻ ആവണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടേ ഉള്ളൂ, ഒരിക്കലും ഫിൽറ്റർ ചെയ്തെടുത്തിട്ടില്ല, അരിച്ചെടുത്തിട്ടില്ല. കാരണം ഒരു സ്ക്രബും കൂടെ പോലെ ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് മതി അല്ലെ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് മതി. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്, വേറെ എങ്ങും പോണ്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല പ്രോഡക്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ സാധിക്കും. സ്കിന്നിനും നല്ലതാണ്, ബ്രൈറ്റൻ ആവാനും നല്ലതാണ്, എന്താ പറയാ, ഒരു സൈഡ് എഫക്ട്സും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ സന്ധ്യ ചേച്ചി, ഒരു ബിഗ് താങ്ക്സ്. ഇതുപോലെയുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഒരിക്കലും ആർക്കും ഒരു ദോഷവും വരുത്തരുത് എന്ന് കരുതുന്ന രീതിയിലുള്ള കുറേ പ്രോഡക്ട്സുകൾ കാണിക്കുന്ന സന്ധ്യ ചേച്ചിക്ക് എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇനിയും മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്തണം ആസ്തെറ്റിക് ലൈഫിൽ. താങ്ക് യു സോ മച്ച്.